If you have a dream, go out and chase it. Otherwise, the time won't let you to go for the next time. അതായത് ഇത് വലിയ മഹാമാരി പറഞ്ഞൊന്നുമല്ല, ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞതാണ്. എനിക്ക് ബേസിക്കലി ഏറ്റവും തവണ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ, അത് നമ്മുടെ ലൈഫിൽ കിട്ടാതാകുമ്പോൾ ഒരു വിഷമമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. അല്ലാതെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ പോയിട്ട് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വഴിയിലൂടെ അങ്ങ് പോവാം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് എനിക്ക് എൻ്റെ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ എക്സാംസിന് പഠിച്ചപ്പോഴും അല്ലാതിരുന്നപ്പോഴും ഒക്കെ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ ആഗ്രഹം UPSC എക്സാം എഴുതണമെന്നാണ്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റിയില്ലെന്നല്ല, സ്ട്രഗിൾസും ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് സ്റ്റിൽ ഐ ആം ചേസിങ് ബിഹൈൻഡ് ഇറ്റ്. പക്ഷെ എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറേ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പക്ഷെ വേറൊരു വഴി കൂടെ നമ്മളെ അത് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും നമ്മളൊരിക്കലും നമ്മൾ ആഗ്രഹങ്ങൾ വിടാൻ പാടില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹങ്ങളുണ്ട്. ഒരുപക്ഷെ വീട്ടിൽ ഒരു കല്യാണം കഴിഞ്ഞ് പോയ ഒരു പെൺകുട്ടിയായിരിക്കും. അവൾക്ക് ആ കല്യാണം കഴിഞ്ഞ് പോയാലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ അതൊരു പയ്യനാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ആരായിരുന്നാലും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും, പക്ഷെ കുറേ ആൾക്കാർ ഞാൻ കണ്ടുള്ളതെന്ന് വെച്ചാൽ കുറേ മോട്ടിവേഷൻ ഉണ്ട്, പക്ഷേ അവർക്കത് ചെയ്യാൻ കഴിയണില്ല. അത് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അവരുടെ ചുറ്റുപാടും സറൗണ്ടിങ്സിലെ ആൾക്കാരൊന്നും അവരെ സമ്മതിക്കാത്തതാണ്. കാരണം അവർ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പം അത് ആൾക്കാർക്ക് ഏറ്റവും റിലേറ്റബിൾ ആവുന്നത് അവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ അവർ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നെക്കുറിച്ച്. അങ്ങനെ പല സ്വപ്നങ്ങളും പലരും ബുക്കിൽ അടച്ചു വെച്ച് വീട്ടിൽ ഇരുന്നിട്ടുണ്ട്, പലരും എന്ത് പറയും എന്ന് ചിന്തിച്ചിട്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പലത് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് പലരും പലതും പറയാറുണ്ട്. ഈ നമ്മളെ ഈ പലതും പറയാറ് എങ്ങനെ ചെയ്യുമ്പം നമ്മൾ അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. കാരണം ഈ പറയണവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു പോയിന്റ് വരെ പറയുള്ളൂ, നിങ്ങളത് മനസ്സിലാക്കണം. ഏതൊരു ഇൻഫ്ലുവൻസർ ആയിരുന്നാലും അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബർ ആയിരുന്നാലും അവരൊക്കെ ഒരു ടൈമിൽ ഇതെല്ലാം കേട്ടു വന്നവരാണ്. അവരുടെ ഒരു ഗ്രോത്ത് സ്റ്റേജിന്റെ ഈ ഗ്രാഫ് മുകളിലോട്ട് പോകണ അനുസരിച്ച് എന്ത് വരുന്നത്, ഈ പറഞ്ഞവരൊക്കെ അവരെ പിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ല അവരുടെ അച്ചീവ്മെന്റ്സിലൊക്കെ കൂടെ ഒന്ന് കുട പിടിക്കാൻ തോന്നും. അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ യൂട്യൂബ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾ ചെയ്യുക. ചെയ്ത് തുടങ്ങുമ്പോൾ എന്തോരെന്ന് വെച്ചാൽ, ചെയ്ത് തുടങ്ങി കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്കും ഈ പറഞ്ഞവരൊക്കെ പറഞ്ഞ് മടുക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് ചെയ്യാന്നുള്ള നിങ്ങളെ ഉദ്ദേശമായിരിക്കണം, നിങ്ങൾ വേണം ചെയ്യാൻ. അത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം ഇപ്പം ഏതൊരാൾക്ക് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങൾ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അവനവൻ എന്ന് അതിന് ഇറങ്ങി ചെയ്യുന്ന അന്ന് മാത്രം അവനൊരു ഗുണം അതിൽ നിന്നുണ്ടാവും. അല്ലാതെ ഒരിക്കലും ഒന്നും ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് നമുക്ക് പറയാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആഗ്രഹങ്ങൾ, ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ UPSC എക്സാം എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പഠിക്കണം. ഇന്നും എനിക്ക് ആഗ്രഹം, എനിക്ക് കിട്ടുന്ന സമയത്ത് പഠിക്കണമെന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ വീഡിയോസ് ചെയ്യണം. ഇതൊന്നും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന എൻ്റെ ആഗ്രഹം പോലും ആയിരുന്നില്ല. ഞാൻ മെല്ലെ മെല്ലെ എപ്പോഴോ ഒരു വീഡിയോ ചെയ്ത് ഇട്ട് തുടങ്ങി പിന്നെ ഞാൻ അതിലോട്ടങ്ങ് ആയതാണ്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, എനിക്ക് കുറെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റി, കുറെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി, കുറെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി. എനിക്ക് പോലും അറിയാത്ത കുറെ ആൾക്കാർക്ക് എന്നെ അറിയാൻ പറ്റി. നമ്മളെപ്പോഴും നമ്മൾ ജീവിച്ചു മരിച്ചു തീർന്നു, എല്ലാവരെയും പോലെയാണ്. ഒരു 10-20 വയസ്സ് വരെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ജോലിക്ക് വേണ്ടി ഓടും, ജോലി കിട്ടും, ഒരു 30-35 വയസ്സാകുമ്പോൾ വീട്ടുകാരുടെ പ്രഷറിന് കല്യാണം കഴിക്കും, പിന്നെ കുഞ്ഞുങ്ങളെ അതിൻ്റെ പിന്നെ നമ്മളൊക്കെ തീരും. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ലൈഫ് ഒരു സ്പാനുണ്ട്. ഈ സ്പാനിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളെ ബിൽഡ് ചെയ്യാൻ പറ്റണം. നാളെ ഒരാൾ അറിയപ്പെടണമെന്ന് ഞാൻ പറയണില്ല, ഭയങ്കര വലിയൊരു സെലിബ്രിറ്റി ആവണമെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ടാലന്റ് ഉണ്ട്. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഒരു സ്കില്ലുണ്ട്. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും, ചില പടം വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, ചില നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്ലാറ്റ്ഫോം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാൻ പറ്റും. അല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം എനിക്ക് മറ്റുള്ള എക്സാമ്പിൾ പറയണമെന്ന്, ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നല്ല സംസാരിക്കുമായിരിക്കും. ഈ സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ ഒരു സ്കില്ലാണ്, ടാലൻ്റാണ്. ഞാൻ ഒരു 10 പേരുടെ അടുത്ത് പറയുമ്പം നാളെ ആ കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ അവന് മുമ്പോട്ട് വരാൻ പറ്റും. ഇപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ 5 പേര് കേട്ടാലും 5-ൽ ഒരാളെങ്കിലും നാളെ ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ വിജയമാണ്. നമ്മൾ അത്രയും മാത്രം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഇപ്പം എനിക്കിത്ര വലിയ ഒരിക്കലും വ്യൂസിൻ്റെ മുകളിലോ റീച്ചിൻ്റെ മുകളിലോ അല്ല. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മളെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പം ഇന്നല്ലേ നാളെ ഒരാൾക്കെങ്കിലും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുമ്പോൾ അത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഡ്രീമിനെ കുറിച്ച് പറയുമ്പോഴും എൻ്റെ ഡ്രീം UPSC മാത്രമായിരുന്നില്ല. നല്ലൊരു
ഫാമിലി മാൻ ആവണമെന്ന് എനിക്കുണ്ടായിരുന്നു, അതായത് നല്ലൊരു മകനാവണമെന്നുണ്ടായിരുന്നു വീട്ടിൽ. അതെന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ വീട്ടുകാരെ നല്ലപോലെ പ്രൗഡ് ആക്കണമെന്നുണ്ട്, അതും എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളത് പറയുന്നത് ഇത് പറ്റും. ഞാൻ ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് പറ്റും. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. എനിക്കറിയാം. എനിക്ക് ഉറപ്പുണ്ട് ഒരു 1 to 2 years ആകുമ്പോൾ എൻ്റെ ഡ്രീമൊക്കെ ഞാൻ അച്ചീവ് ചെയ്യും, ഞാൻ അതിന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടും. ഈ ഒരു ഉറപ്പില്ലേ, ഇതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമുക്കെപ്പോഴും ഡെഡ് ലൈൻ നമ്മുടെ ലൈഫിൽ വെക്കണം. എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് അത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത് ചെയ്ത് മുമ്പോട്ട് വരും എന്നുള്ള ഒരു ഡെഡ് ലൈൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ ലൈഫിൽ നമുക്ക് ഡ്രീം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് പലർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത റീസൺ എന്ന് പറഞ്ഞാൽ പലരും ഇവരെന്ത് ചിന്തിക്കും, അവരെന്ത് ചിന്തിക്കും, ഞാനിത് പറയും. ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ നിങ്ങളുടെ ഈ കാര്യം പറയും, നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കാം? അതൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ എത്തും? ഇല്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങളത് ഞാൻ പറയുന്നു. അത് നെഗറ്റീവ് വരാം, പലതും വരാം. എങ്കിലും നമ്മളത് ആഗ്രഹിക്കുന്നത് എന്താണ്? 10 പേരുടെ അടുത്ത് എത്തിക്കുക, അവരുടെ ആഗ്രഹങ്ങളിലൂടെ നിൽക്കുക. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. അപ്പം അതെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങളെങ്കിൽ ലൈഫിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നേടാൻ പറ്റും, അതിന് വലിയ കാര്യമാണ്. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുക. ഈ വർക്ക് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് എന്താ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടാനും പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ ഫർദർ വീഡിയോസ് നമുക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സി ബൈ.